ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം മുഴുവൻ ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. ട്രംപിൻ്റെ ഈ രോക്ഷത്തിനുള്ള, അതായത് ഇന്ത്യയോടുള്ള ഇത്തരത്തിലുള്ള രോക്ഷത്തിനുള്ള കാരണം എന്താണ് എന്നുള്ളതും നമ്മളൊക്കെ ഒരാവർത്തി പറഞ്ഞതാണ്. പക്ഷേ ട്രംപിൻ്റെ കലിപ്പിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താണ് ആ കാരണം? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുമൂലമുള്ള പ്രശ്നമാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള വിരോധത്തിൻ്റെ കാരണമെന്നാണ് പൊതുവെ ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ അമേരിക്കയ്ക്ക് പറയാനൊരു ന്യായമുള്ളത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയാണ്. നമ്മൾ കുറേയധികം സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു, അവിടുന്ന് അധികം വാങ്ങുന്നില്ല. അത് തമ്മിലുള്ള അന്തരം പരിഹരിക്കാനായിട്ടാണ് ഈ നികുതി ചുമത്തുന്നതെന്നാണ് ട്രംപിൻ്റെ വാദം. പക്ഷേ ഈ പ്രതിരോധ മേഖലയിലുള്ള ചില വിദഗ്ധർ മറ്റൊരു സാധ്യതയും കൂടി പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ നമ്മളതിൻ്റെ മറ്റു വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഗൗരവ സ്വഭാവമുള്ള സംഗതിയും കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് 11 ഇന്ത്യ അഗ്നി മിസൈലിൻ്റെ 5ാം പതിപ്പ് ഏറ്റവും അവസാനമായി ഒന്ന് പരീക്ഷിച്ചു. ഈ അഗ്നി മിസൈൽ എന്ന് പറയുന്നത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ്, അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 5000 കിലോമീറ്ററിന് മുകളിലാണ് മിനിമം. പക്ഷേ ഇതിൻ്റെ ഈ പ്രതിരോധ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുമ്പോൾ ഒരു രാജ്യവും ഒരിക്കലും അതിൻ്റെ പരമാവധി ദൂരപരിധി വെളിപ്പെടുത്തില്ല. ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നത് 5000 ആണെങ്കിലും കുറഞ്ഞതൊരു 7000 8000 എങ്കിലും അതിന് ദൂരപരിധി ഉണ്ടാകും. അത് ബോധപൂർവം അതിൻ്റെ പരിധി കുറച്ച് വയ്ക്കുന്നതാണ്. കാരണം അത് ഈ മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു അപകട ഭീഷണി, ഒരു മുന്നറിയിപ്പാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന് ഇത് തടസ്സമാണ്. അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാകും, അവർക്കൊരു അസ്വാരസ്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കടുത്തു പോയാൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ആണവ ആയുധ പരീക്ഷണം നടത്തിയപ്പോൾ, ആണവ ബോംബ് പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ സമാനമായ സാഹചര്യം ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമ്പോൾ നമുക്കുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഉത്തര കൊറിയയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ കിം ജോങ് ഉൻ അയാൾ ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ് ഈ മിസൈൽ എടുത്ത് പരീക്ഷിക്കുന്നത്. അതെല്ലാം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതെല്ലാം നടത്തുന്ന പരീക്ഷണങ്ങൾ മിക്കതും ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇപ്പോൾ ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് പറഞ്ഞു തരാം. നമ്മൾ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഉണ്ടല്ലോ, അത് സൈന്യത്തിന് കൊടുത്താൽ അത് മിസൈലായി. അതായത് നമ്മൾ ശൂന്യാകാശത്തേക്ക് അയക്കുന്ന റോക്കറ്റ് സമാന സ്വഭാവമുള്ള അതേ സാധനം തന്നെ സൈന്യം ഉപയോഗിക്കുമ്പോൾ അത് മിസൈലാണ്. ഒരേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ റോക്കറ്റിൽ ഒരു സാറ്റലൈറ്റാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവിടെ ബോംബായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് മാത്രം. അവിടെ ചെന്ന് വീണ് പൊട്ടിത്തെറിക്കും. മറ്റതൊരു ഉപഗ്രഹത്തെ അവിടെ ഫിക്സ് ചെയ്തിട്ട് അത് അവിടെ അതിൻ്റെ ദൗത്യം കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ ചന്ദ്രനിലേക്ക് പോലും ആളെ എത്തിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ പോകുന്ന ഒരു രാജ്യം, ചന്ദ്രനിൽ അവിടെ ഒരു പേടകം വിക്ഷേപിച്ച് അല്ലെങ്കിൽ അവിടെ സുരക്ഷിതമായി നമ്മളവിടെ പര്യവേഷണ പരിപാടികൾ നടത്തിയ ഒരു രാജ്യം, ഉറപ്പായിട്ടും ഇപ്പോൾ അഗ്നി മിസൈൽ 5000 കിലോമീറ്റർ ദൂരപരിധി എന്ന് അവകാശപ്പെടുന്നെങ്കിലും കുറഞ്ഞതൊരു 8000 കാണുമെന്ന് കരുതാം. ഉറപ്പായിട്ടും അടുത്ത ഇന്ത്യയുടെ റോക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിസൈൽ എന്ന് പറയുന്നത് ഈ 5000 കഴിഞ്ഞുള്ളൊരു ദൂരപരിധി ഉള്ള ഒരു മിസൈലായിരിക്കും ഇന്ത്യ പദ്ധതി ഇടുക. അങ്ങനെ ഒരു മിസൈൽ ഇന്ത്യയുടെ അണിയറയിൽ രഹസ്യമായി തയ്യാറാകുന്നുണ്ട്. സൂര്യ എന്ന പേരിലാണ് ആ മിസൈൽ അറിയപ്പെടുന്നത്. പക്ഷേ അത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഒരു വേദിയിലും അത് സമ്മതിച്ചിട്ടില്ല. ഈ സൂര്യ മിസൈലിൻ്റെ വേഗപരിധി ദൂരപരിധി ഇപ്പോൾ അനുമാനിക്കുന്നത് ഏതാണ്ട് 13000 കിലോമീറ്ററിന് മുകളിൽ 16000 കിലോമീറ്റർ വരെയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് മുകളിലൂടെ ഇത് പറക്കും എന്നുള്ള ഭയമാണോ? ഉറപ്പായിട്ടും പറക്കും. ഇന്ത്യ അമേരിക്കയായിട്ടുള്ള ദൂരം കിലോമീറ്ററിൽ അളന്നാൽ 13595 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഔദ്യോഗികമായിട്ട് 5000 കിലോമീറ്റർ എന്ന് പറയുന്ന അഗ്നി മിസൈൽ അഗ്നി 5 പോലും ചിലപ്പോൾ അതിൻ്റെ യഥാർത്ഥ ദൂരപരിധി എത്രയാണെന്ന് നമുക്കറിയില്ല. അത് ഈ പറയുന്ന അമേരിക്കയിൽ എവിടെയെങ്കിലും ചെന്ന് വീഴാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ഈ അഗ്നി മിസൈൽ എന്ന് പറയുന്നത് MIRV എന്ന് പറയുന്ന സാങ്കേതിക സംവിധാനമുള്ളതാണ്. MIRV എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ്. സാധാരണ മിസൈലുകൾക്കൊക്കെ ഒരു വാർഹെഡാണ് ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ റോക്കറ്റിൽ ഒരു മറ്റേ സാറ്റലൈറ്റാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു മിസൈലിൽ ഒരു ബോംബായിരിക്കും കൊണ്ടുപോവുക.
ആ ബോംബിനെയാണ് നമ്മൾ വാർഹെഡ് എന്ന് വിളിക്കുക. അപ്പോൾ സാധാരണ മിസൈലിൽ ഒരു ബോംബാണ് ഉള്ളതെങ്കിൽ ഒന്നിലധികം ബോംബുണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഒന്നിലധികം ബോംബ് നമുക്ക് പലയിടങ്ങളിലായിട്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് കരുതുക. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ഈ മറ്റേ ഈ കുടമാറ്റമല്ല, ഈ മറ്റേ ഗുണ്ട് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ കുടകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിലായിട്ടാണ് വീഴുന്നത്. ഇതേപോലെ ഈ മിസൈലിൽ ഈ MIRV എന്ന് പറയുന്ന സംഗതിയിൽ ഒന്നിലധികം വാർഹെഡുകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലോട്ടൊരു മിസൈലാണ് വിടുന്നതെങ്കിൽ അത് ഒരു വാർഹെഡ് ഒരു സിറ്റിയിൽ പൊട്ടിക്കാം, അടുത്ത വാർഹെഡ് വേണമെങ്കിൽ അടുത്ത സിറ്റിയിൽ പൊട്ടിക്കാം, അടുത്ത വാർഹെഡ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു സിറ്റിയിൽ പൊട്ടിക്കാം. അതായത് ഇന്ത്യ അമേരിക്ക ആക്രമിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഉറപ്പായിട്ടും ഉണ്ട്. അമേരിക്ക ഉത്തര കൊറിയയെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെ ഇന്ത്യയും കണ്ടു തുടങ്ങിയോ എന്നൊരു സംശയം ഉണ്ട്. അതേപോലെ ഇറാന് നേരെയുള്ള ആക്രമണം, അവിടെ അവർ ആണവ ബോംബ് കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള ആശങ്ക അമേരിക്കക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ആക്രമിച്ചു. ഇതേപോലെ അമേരിക്കയെ വെല്ലുന്ന ആയുധങ്ങൾ സ്വന്തമായി ഉണ്ടെന്ന് കരുതുന്ന രാജ്യങ്ങളെയെല്ലാം ശത്രുതാ കണ്ണുകൂടി നോക്കിക്കാണുക എന്നുള്ളതാണ് അമേരിക്കയുടെ നയം. മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇന്ത്യ ഇപ്പോൾ അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ള ഒരു രാഷ്ട്രമാണ്. ഇന്ത്യ നിലവിൽ അനുദിനം കുതിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിലവിൽ 4ാം സ്ഥാനത്താണ്. വൈകാതെ തന്നെ അത് 3ാം സ്ഥാനത്തേക്ക് എത്തും. ഏതാണ്ട് നമ്മുടെ GDP 6.5% വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് നിലവിൽ ഏതാണ്ട് 4.19 ട്രില്യൺ എക്കണോമിയാണ്. അതായത് നമ്മൾ മൊത്തം ഇടപാട് നടത്തുന്ന ഈ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ശതകോടിയാണ് കേട്ടോ. അപ്പോൾ ആ ശതകോടി 4.19 ശതകോടിയുടെ വ്യാപാരമാണ് അല്ലെങ്കിൽ ഇടപാടുകളാണ് ഇന്ത്യ ഒരു സാമ്പത്തിക വർഷം നടത്തുന്നത്. നമ്മുടെ 2025 ബജറ്റ് അത് 5 ട്രില്യൺ ആകാൻ വേണ്ടിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതാണ്. നമ്മൾ 2032 അല്ലെങ്കിൽ 2035 കൂടി 10 ട്രില്യൺ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. ഇന്ത്യ സൈനികമായി ഒരുപാട് വളർന്നു. ഇന്ത്യ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന ഏതാണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിന് ശേഷം നമ്മുടെ ആയുധ വിൽപ്പന 34 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്ക്. അപ്പോൾ നിലവിൽ നമ്മുടെ സാമ്പത്തിക രംഗവും വല്ലാണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു, നമ്മുടെ ആയുധശേഷി വർദ്ധിക്കുന്നു. ഇതെല്ലാം അമേരിക്കയെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണക്കച്ചവടം മാത്രമല്ല, അമേരിക്ക ഇന്ത്യയെ ഭയക്കുന്നുണ്ട്, കൃത്യമായും ഭയക്കുന്നുണ്ട്. അമേരിക്കയെ വെല്ലുന്ന ഒരു ആയുധശേഷിയായി അമേരിക്ക ഇന്ത്യയെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യക്കെതിരെ തിരിയാൻ അല്ലെങ്കിൽ ഇന്ത്യ അധികം അങ്ങ് വളരണ്ട. മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ അമേരിക്ക ചൈന വ്യാപാര യുദ്ധം നടന്നു. ഇപ്പോൾ ചൈനയിലെ ഒട്ടുമിക്ക വ്യവസായശാലകളും അവിടെ പ്രതിസന്ധിയിലായി. ഇപ്പോൾ ആപ്പിൾ അടക്കമുള്ള വൻ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായിട്ടുള്ള സന്നദ്ധത അറിയിക്കുന്നു. അപ്പോൾ അതും ഇന്ത്യയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. അതുകൊണ്ട് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കണം. അതും ഈ പറയുന്ന വ്യാപാര യുദ്ധത്തിന് കാരണമാണ്. ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ഒതുക്കി നിർത്താനുള്ള അമേരിക്കൻ തന്ത്രമാണ് സത്യത്തിൽ ഈ പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ വ്യാപാര യുദ്ധം. കൂടാതെ നമ്മുടെ ആയുധശേഷിയെയും അമേരിക്ക ഭയക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ വലിയ താമസമില്ലാണ്ട് ന്യൂയോർക്കിൽ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിത്തെറിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.